നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേന എരിശ്ശേരിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചേന കഷ്ണങ്ങളാക്കിയത്, വൻപയർ കുതിർത്തത്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ചേനയും വൻപയറും കൂടെ വേവാനായിട്ട് വയ്ക്കാം. ചേനയും വൻപയറും കുക്കറിലിട്ട് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. ഇനി വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. കുക്കറിൽ 2 വിസിൽ വരുന്നവരെ വേവാനായിട്ട് എരിശ്ശേരിക്ക് അരപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് തേങ്ങ ചിരകിയത്, ചുവന്നുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ എരിശ്ശേരിക്ക് വെച്ചിരുന്ന ചേനയും പയറും നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അരപ്പ് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയിലേക്ക് ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് ഇത്തിരി തിളയ്ക്കുന്നവരെ നമുക്ക് അടുപ്പിൽ വയ്ക്കാം. തിളച്ചലോടെ വാങ്ങി വയ്ക്കാം. പാൻ വെച്ച് എണ്ണ ചൂടാക്കി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. നമുക്ക് ഇത്തിരി കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത്തിരി ഫ്രൈ ആവുന്നതിന് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. കടുകൂടി താളിച്ചോടെ നമ്മുടെ എരിശ്ശേരി തയ്യാറായി. നമുക്ക് ചൂടോടെ വിളക്കാം.